ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു തേങ്ങ അരച്ച മീൻ കറിയാണ്. അതും വളരെ ടേസ്റ്റി ആയിട്ട് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ചപ്പാത്തിക്കും ചോറിനും പൊറാട്ടയ്ക്ക് വരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് കുറേ നേരം ഇട്ട് അങ്ങനെ അടിഞ്ഞ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം തക്കാളി പച്ചമുളകും നമ്മളെ സവാളയും. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 1.5 ടീസ്പൂണ് മുതൽ 2 ടീസ്പൂണ് വരെ നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യുക. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും എടുക്കുക. പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ട് ഇതും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. മസാലപ്പൊടിൻ്റെ പച്ചമണമെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പോളം തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങ മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിതൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് തേങ്ങ ഞാൻ നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 1-ാം പാലും 2-ാം പാലും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച നമ്മുടെ മസാല മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതും കൂടി നല്ലോണം ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മളിത് അരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 2-ാം പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. അത് ഏകദേശം 1 കപ്പോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ അതും കൂടി ഞാൻ നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആ ഒരു ചട്ടിയിലേക്ക് തന്നെ നമ്മൾ അടിച്ച് വെച്ച മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങേൻ്റെ അരപ്പ് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കുക. ഞാനിവിടെ ജെർണിഷ് എന്ന് പറയുന്ന ഒരു മീനാണ് എടുത്തത്. നാട്ടിലതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു 6 പീസോളം മീൻ ഞാൻ ഈ ഒരു അരപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അത് ചൂടാക്കി എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോൾ ഫിഷ് ആയാലും ചിക്കൻ ആയാലും അങ്ങനെയുള്ള എന്ത് കറി ആയാലും തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അത് തിളക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഉപ്പ് നല്ലോണം അതിലേക്ക് പിടിക്കും. അപ്പോൾ ഇത് കണ്ടു, ഇതിപ്പോൾ കുറച്ച് നല്ലോണം തിളച്ച് വന്ന് ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മീനിലേക്ക് അത് നല്ലോണം പിടിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അധികം ഇട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ നിന്ന് ഒരു 1/4 ഭാഗോളം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെല്ലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒരു തവി ഇട്ടിട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ അതിനായി ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു സമയത്ത് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മീൻ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. മീൻ കറിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1-ാം പാല് ഇപ്പോഴാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. കാരണം ഫസ്റ്റ് തേങ്ങേൻ്റെ 1-ാം പാൽ ഒഴിച്ചിട്ട് ഈ പിന്നെ കടുക് പൊട്ടിച്ചൊഴിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ 1-ാം പാലിലേക്ക് നമ്മൾ ചൂടുള്ള ആ ഒരു ഓയിൽ ഒഴിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ഒരു പിരിഞ്ഞു പോയ പോലെ ആവും.
അപ്പോൾ ഇതാ ഈ ഒരു സമയത്താണ് ഞാൻ നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് തേങ്ങേൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യാം. അതായത് എന്തിൻ്റെ കൂടെയാണോ കഴിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ സെർവ് ചെയ്തെടുക്കുക. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് വരിക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ ഒരു മെത്തേഡിലെല്ലാം ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക്